എല്ലാവരും ഒന്ന് മുസ്ലിങ്ങളെ കൊണ്ട് മാറി. എനിക്ക് ആ പൂഞ്ഞാറിലെ അപ്പക്കാളയും അയാളുടെ ഒരു മോനും ഉണ്ടല്ലോ, ഒരു പെൺകുട്ടിയെ മതം മാറ്റി വിവാഹം കഴിച്ച, ഇവർ രണ്ടുപേരെ കേട്ടോ. രണ്ടുപേരും ഈ വാർത്ത കണ്ടായിരുന്ന? രണ്ടുപേരും ഈ വാർത്ത കണ്ട? ഇത് കോഴിക്കോട് വടകര സ്വദേശി അസ്മിനയാണ്. വേഷമൊക്കെ കണ്ടല്ലോ, മുസ്ലിം പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഇന്നലെ തിരുവനന്തപുരം ആറ്റിങ്ങലെ ഒരു ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഈ പെൺകുട്ടിയെ പ്രതി ആരാണെന്നറിയോ? ലോഡ്ജിലെ ജീവനക്കാരനും അസ്മിനയുടെ സുഹൃത്തുമായ ജോബിൻ ജോർജ്. ശരിക്കും പേര് ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. ജോബിൻ ജോർജ് അപ്പക്കാളയോട് മോനോട് ചോദിക്കുകയാണ്, ഇത് ഏത് തരം ജിഹാദാടാ? കുരിശ് ജിഹാദ്. എന്താ ഈ ജിഹാദിന്റെ പേര്? ഇവിടെ മതം മാറ്റാൻ കൊണ്ടുപോകണം. ഇത് ഞങ്ങൾ ചോദിക്കാത്ത അങ്ങനെ കഴിവുകേട് കൊണ്ടൊന്നുമല്ല. ഇതിന് സൂക്കേടെന്നാ പറയുക, അവിഹിതം എന്നാ പറയുക, പ്രേമോ എന്നാ പറയുക, സ്നേഹം എന്നാ പറയുക. ഇതിന് ആ ഒരു സൂക്കേടെന്ന വികാരം മാത്രമേ ഉള്ളന്നേന് പറഞ്ഞു. മനസ്സിലായ? ഈ സ്ഥാനത്ത് നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചേ. ഈ സ്ഥാനത്ത് ഒരു സ്റ്റെല്ലയായിരുന്നു, ഇപ്പുറത്ത് അസ്ഹറോ താഹിറോ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ അപ്പക്കാള വയറും വീർപ്പിച്ച് അപ്പക്കാളയും മോനും കൂടെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ കുരിശ്, ഞങ്ങൾ പറഞ്ഞില്ലേ ലൗഹിഹാദ് ഉണ്ടെന്ന്. ഇപ്പൊ എന്താണ് ഒരുത്തനും പൊങ്ങാത്തത്? ഒരൊറ്റ അച്ഛന്മാരെ പൊങ്ങുന്നില്ല. ഇപ്പം നാവും പോകുന്നില്ല, ഒന്നും പൊങ്ങുന്നില്ലല്ലോ. ഒരൊറ്റ അച്ഛന്മാരുടെയും എല്ലാം തളർന്നു കിടക്കുകയാണ്. ആമിന സൈബർ വേണ അഭിപ്രായം പറയടാ. അപ്പൊ ഞങ്ങൾ മുമ്പേ പറയുന്നൊരു കാര്യമുണ്ട്, പല ആളുകളും പരസ്പരം പല മതത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ, ഒരു ഡോക്ടറെ മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചില്ലേ? ഞങ്ങൾ ആരെങ്കിലും വല്ല അഭിപ്രായം പറയും? ഏതെങ്കിലും ഒറ്റപ്പെട്ടവൻ പറഞ്ഞു? ഞങ്ങൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണെന്ന്. ഇവിടെ ആളുകളെ മതത്തിലോട്ട് വിവാഹം കഴിച്ചോ അല്ലാതെ ചേർക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. 2035, 40, 50 ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാം വന്നു. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നത് ഇസ്ലാം മതം വാങ്ങുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ മതം. പിന്നെ ഞങ്ങൾ എന്തിനാ പണിയെടുക്കുന്നത്? ഞങ്ങൾ ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ ജിഹാദിന്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ടെക്നോളജി ഉണ്ടെങ്കിൽ ടെക്നോളജി ഇല്ലെങ്കിൽ പറയണം. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കയ്യിൽ? ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. ഞാനൊരു വർഗീയവാദിയാണ്, നിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ്, നമ്മൾ BJP-ക്കാരെല്ലാം വർഗീയവാദികളാണ്.